സാധ്യതകളും പ്രത്യേകമായ അനുഭവങ്ങളും ഉള്ളത് എപ്പോഴും നല്ല കാര്യം തന്നെ. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ദൈവിക വേലയിൽ ഇതൊരു വലിയ തടങ്ങൽ പാറ ആകുവാനാണ് സാധ്യത. ഇന്ന് അനേകരും വേണ്ടതുപോലെ പ്രയോജനപ്പെടാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. ദൈവവേല സ്വന്തം കഴിവുകൾ കൊണ്ട് നിർവഹിക്കുവാനുള്ള പരീക്ഷണത്തിൽ പരാജയപ്പെട്ട് നിഷ്ഫലരായി കഴിയുന്ന ശക്തന്മാർ, ഉന്നതന്മാർ, ഈ പരീക്ഷണം അവരെ നിഗളത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. നാം ബലഹീനരാണെന്നും നമ്മെക്കൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധ്യമല്ല എന്നും അംഗീകരിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ് വിജയകരമായ ശുശ്രൂഷയുടെ രഹസ്യം. ദൈവത്തിൻ്റെ ശക്തി ഒന്ന് മാത്രമേ നമ്മെ ദൈവത്തിന് പ്രയോജനമുള്ളവരും നിലനിൽക്കുന്ന മൂല്യമുള്ള പ്രവർത്തനം അവനു വേണ്ടി നിർവഹിക്കുന്നവരുമാക്കി തീർക്കൂ. എല്ലാം കൊണ്ടും മുൻപന്തിയിലായിരുന്നു എന്ന് നാം ചിന്തിക്കുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം ബലഹീനമായിരുന്നു എന്ന് താൻ തന്നെ സമ്മതിക്കുന്നു. തന്നെക്കൊണ്ട് പ്രവർത്തിപ്പിച്ചത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാകുന്നു എന്ന് പൗലോസ് സമ്മതിക്കുന്നു. തനിക്ക് ഉന്നതങ്ങളായ അനുഭവങ്ങളുണ്ടായിരുന്നു, പഠിത്തമുണ്ടായിരുന്നു, കഴിവുകളുണ്ടായിരുന്നു. എന്നാൽ ദൈവശക്തി ഒന്നു മാത്രമാണ് അവനെ പ്രയോജനമുള്ളവനാക്കിയത് എന്ന് പൗലോസ് സമ്മതിക്കുന്നു. നാം പലപ്പോഴും നമ്മുടെ കഴിവുകളെ മാത്രം നോക്കുന്നതിനാലാണ് ദൈവത്തിലുള്ള ആശ്രയം കുറഞ്ഞു പോകുന്നതും പരാജയപ്പെടുന്നതും. നമ്മുടെ ബലഹീനതകളെ ഒന്ന് മനസ്സിലാക്കിക്കേ. അപ്പോൾ നാം വാസ്തവത്തിൽ പ്രയോജനപ്പെടുവാൻ സാധിക്കും. ഞാനീ പറയുന്നത് ലോകത്തിൽ ഇന്ന് വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള പല പഠിപ്പീരുകൾക്കും വിപരീതമാണെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് അതത്രേ. പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവം തന്നെ നമുക്കൊന്ന് പഠിക്കാം. നാം 2 കൊരിന്ത്യർ 11 അധ്യായം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. 11 അധ്യായത്തിൽ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറയുകയാണ്. തന്നെ ചോദ്യം ചെയ്ത പലരോടും തനിക്കുള്ള മറുപടി അവിടെ ഉണ്ടായിരുന്നു. താൻ വെറുതെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല. പൗലോസ് തൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ വെളിപ്പാടിനെക്കുറിച്ചാണ് 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. നമുക്ക് 12 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം. ബഹിരാകാശത്തെ സഞ്ചാരത്തെപ്പറ്റി നാം ഇന്ന് വളരെയേറെ കേൾക്കുന്നുണ്ടല്ലോ. 1960, 70 കാലഘട്ടങ്ങളിൽ ഇതൊരു വലിയ വിഷയമായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി. ചന്ദ്രനിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ അതിനേക്കാൾ എത്രയോ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ രസകരമായൊരു വസ്തുത പ്രസ്താവിക്കട്ടെ. ബൈബിളിൽ 3 ആളുകൾ ബഹിരാകാശ യാത്ര നടത്തി. എന്നിട്ട് അവർ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ചിലർ ചോദിച്ചേക്കാം, ഹാനോക്കും ഏലിയാവും അത് നിർവഹിച്ചില്ലേ എന്ന്. അവർ സ്വർഗത്തോളം എത്തി എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന്. ഏലിയാവ് സ്വർഗത്തിൽ കയറിയോ? ഒരർത്ഥത്തിൽ ശരിയാണ്. 3 സ്വർഗങ്ങളുണ്ട് എന്നോർമ്മിക്കുക. പക്ഷികൾ വിഹരിക്കുന്ന ഈ ആകാശം സ്വർഗം, രണ്ടാമത്തേത് നക്ഷത്ര വ്യൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലം, മൂന്നാമത്തേത് ദൈവം വസിക്കുന്ന സ്വർഗം. ഏലിയാവിനെ വായുമണ്ഡലത്തിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. സ്വർഗസ്ഥലങ്ങളിലേക്ക് എടുക്കപ്പെട്ട് തിരിച്ചെത്തിയ വേറെ 2 ആളുകളെ നമുക്കറിയാം. ഒന്ന് അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ. പത്മോസിൽ അവൻ ആയിരുന്ന അവസ്ഥ അറിയാമല്ലോ. താൻ കണ്ടതും കേട്ടതുമായ വസ്തുതകൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടു. ദൈവം വസിക്കുന്ന സ്ഥലം. വെളിപ്പാട് പുസ്തകവും 4 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സ്വർഗത്തോളം എടുക്കപ്പെട്ട 3-ാമത്തെ വ്യക്തി പൗലോസ് തന്നെയാകുന്നു. 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. സ്വർഗത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ള 3 ആളുകളുണ്ട്. ഒന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ജഡത്തിൽ അവതരിച്ചവനായ ദൈവം. മറ്റ് ആരെക്കാളും താൻ സ്വർഗത്തെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്, എന്നാലും വളരെ കുറച്ച് മാത്രം. യോഹന്നാനും വളരെ കുറച്ച് മാത്രമേ അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പൗലോസിന് ഒന്നും തന്നെ പറയാനായില്ല.
1-ാം വാക്യം, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. കർത്താവിന് വേണ്ടി സംസാരിച്ച അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ പൗലോസ് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അവയിൽ താൻ അധികം പ്രശംസിച്ചിട്ടില്ല. ദൈവാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ മറ്റാരും പറയരുത്, ഞാൻ പൗലോസിനേക്കാൾ കൂടുതൽ സഹിച്ചു എന്ന് അതുകൊണ്ടായിരിക്കാം. നാം പാടുന്ന പല പാട്ടുകളും നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് നിരക്കാത്തവയാണല്ലേ. കഷ്ടം സഹിക്കാതെ സഹിച്ചു എന്ന് പാടുന്നത് കപടഭക്തിയാണല്ലേ. നാം നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ എന്തുമാത്രം പെരുപ്പിച്ചാണ് സംസാരിക്കാറുള്ളത്. ആരെങ്കിലും എവിടെങ്കിലും നമ്മെ ഒന്ന് ദൂഷിച്ചെന്നോ നമ്മെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞു എന്നോ നാം കേട്ടാൽ എന്തുമാത്രം അതേക്കുറിച്ച് നാം പെരുപ്പിച്ച് പറയാറുണ്ട്. നാം കേൾക്കുന്ന പല സാക്ഷ്യങ്ങളിലും അവരവർ ആയിരുന്ന അന്ധകാര വഴികളെക്കുറിച്ചും പാപോല്ലാസങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിനെക്കുറിച്ചും ആകുന്നു കേൾക്കാറുള്ളത്. സാക്ഷ്യത്തിൽ കർത്താവിനെ പറ്റി വളരെ കുറച്ച് മാത്രമേ കേൾക്കാറുള്ളൂ. കർത്താവിൻ്റെ നാമം എങ്ങനെ മഹിമപ്പെടും ഒന്ന് ചിന്തിക്കൂ. കർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ വിവരിച്ചതിന് ശേഷം പൗലോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടുകളിലേക്ക് തിരിയുന്നു. 2-ാം വാക്യം, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. നമ്മുടെ കർത്താവ് തന്നെയാണ് ആകാശമണ്ഡലങ്ങളിൽ വിഹരിക്കുന്ന പക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവ വളരെ ഉയരത്തിൽ പോകുന്നില്ല. അതിന് പിമ്പിലായിട്ടാണ് നക്ഷത്ര വ്യൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന ആകാശം. ദൈവത്തിൻ്റെ സിംഹാസനം അവിടെയുമല്ല, അതിനു മുകളിലാണ്. ചന്ദ്രനിൽ പോയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി എന്ത് വിഡ്ഢിത്തമാണ് പറഞ്ഞത് എന്നറിയാമല്ലോ. താൻ ദൈവത്തെ അവിടെ എങ്ങും കണ്ടില്ലെന്ന്. ദൈവത്തിൻ്റെ സിംഹാസനം കാണണമെങ്കിൽ 3-ാം സ്വർഗത്തിലെത്തണം. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട തൻ്റെ അനുഭവമാണ് പൗലോസ് പറയുന്നത്. സമയവും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈ ലേഖനം എഴുതുന്നതിന് 14 വർഷം മുൻപ്, തൻ്റെ 1-ാമത്തെ പ്രേഷിത യാത്രയുടെ സമയം ആയിരിക്കാമത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ അനുഭവമാണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്ന് പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. അവൻ വാസ്തവമായി മരിച്ചതായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അവൻ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ശത്രുക്കൾ സ്ഥലം വിടാൻ ന്യായമുള്ളൂ. ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതാണ്. ഇത് അനേകർക്കും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സത്യം അതാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. അവന് വീണ്ടും ജീവൻ കിട്ടി. 3-ാം വാക്യം, ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. അവൻ വാസ്തവമായി മരിക്കുകയും സ്വർഗത്തോളം എടുക്കപ്പെടുകയും ആയിരുന്നുവോ, അതോ അബോധാവസ്ഥയിൽ കിടന്ന തനിക്ക് ലഭിച്ച ദർശനമാണോ? നിശ്ചയമായി പറയാൻ നമുക്ക് ആവില്ല. ഏതു വിധത്തിലാണെങ്കിലും 3-ാം സ്വർഗം താൻ ദർശിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. 4-ാം വാക്യം, ദൈവം അറിയുന്നു, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എങ്കിൽ പലരും വലിയ പുസ്തകങ്ങൾ തന്നെ രചിക്കുമായിരുന്നില്ലേ. എന്നാൽ പൗലോസ് ചുരുങ്ങിയ ചില വാക്കുകളിൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഒതുക്കി നിർത്തുന്നത് നാം കാണും. കാരണം അത് പറഞ്ഞ് താൻ വലിയ ആളാകുവാനായി ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുക മാത്രമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൻ തൻ്റെ അനുഭവം വളരെ ചുരുക്കി പറയുകയാണ്. പറയുന്നതും താൻ വളരെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്. 5-6 വാക്യങ്ങൾ, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. സ്വയ പ്രശംസ ഒന്നുമില്ല ഇതിൽ.
മതിലിന് മീതെ ഒരു കുട്ടയിൽ കൂടെ തന്നെ രക്ഷപ്പെടുത്തി എന്ന്, അതെ, ആ വിധത്തിൽ രക്ഷപ്പെടുത്തപ്പെട്ട അതേ മനുഷ്യൻ തന്നെയാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, സംശയമില്ല. ഒരു സ്ഥലത്ത് അവൻ ഈ ലോകത്തിൻ്റെതായ ഏറ്റവും താണ പടിയിൽ കാണപ്പെടുന്നു, തൻ്റേതായ ജീവിതം കൊണ്ടല്ല, താൻ അനുഭവിച്ച പീഡനം കൊണ്ട്. എന്നാൽ മറുവശത്ത് വെളിപ്പാടുകളുടെ ആ ഉന്നത അവസ്ഥയെക്കുറിച്ച് നാം കാണുന്നു.